Hi dears, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റ് 2021-22 അക്കാദമിക് ഇയറിലേക്കുള്ള വിവിധ പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റിന്റെ ആപ്ലിക്കേഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓൺലൈൻ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് കാറ്റ് 2021 എന്ന പേരിലാണ് അഡ്മിഷൻ ടെസ്റ്റ് അറിയപ്പെടുന്നത്. ഇതിന്റെ വിശദ വിവരങ്ങൾ, ഏതൊക്കെ പ്രോഗ്രാമുകളാണ് കുസാറ്റിൽ ഉള്ളത്, അതിന്റെ എൻട്രൻസ് എക്സാം, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഏതൊക്കെ ക്യാമ്പസുകളിലാണ് കോഴ്സ് പ്രോഗ്രാംസുകൾ നടക്കുന്നത്, അതിന്റെ ഫീസ് ഡീറ്റെയിൽസ്, ഇങ്ങനെ കുസാറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. കുസാറ്റ് ക്യാമ്പസിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കാറ്റ് 2021 എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിരിക്കണം. നീറ്റ്, കീം, കാറ്റ് എക്സാമിനേഷനെ കുറിച്ചുള്ളതും അഡ്മിഷൻ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകൾ നമ്മുടെ ചാനലിലൂടെ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെലൈക്കൺ പ്രസ് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വിവിധ പ്രോഗ്രാമുകൾ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അതിന്റെ ഫീസ് സ്ട്രക്ചേഴ്സും എന്താണെന്ന് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. കുസാറ്റിലെ അട്രാക്റ്റീവ് പ്രോഗ്രാമുകളായ ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്, മറൈൻ എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ 5 ഇയർ ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാംസ് ഇൻ ഫോട്ടോണിക്സ്, 5 ഇയർ ഇന്റഗ്രേറ്റഡ് MSc ഇൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാം. ഈ പ്രോഗ്രാമുകളിലേക്കൊക്കെ തന്നെ നമുക്കൊരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിരിക്കണം. ആ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് കാറ്റ് 2021 എന്നാണ് പറയുന്നത്. ഈ എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജൂണിലാണ് ഈ എക്സാമിനേഷൻ നടക്കുന്നത്. ജൂൺ 12, 13, 14 തീയതികളായിട്ടാണ് വിവിധ സെന്ററുകളിലായിട്ടാണ്. കേരളത്തിലും സെന്ററുകളുണ്ട്, കേരളത്തിന്റെ പുറത്തും സെന്ററുകളുണ്ട്, അതർ സ്റ്റേറ്റുകളിലും സെന്റേഴ്സുകളുണ്ട് ഈ പരീക്ഷകൾ നടത്തുന്നത്. അപ്പൊ ഇതിന് ഓൺലൈൻ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ആണ് ആവശ്യം. നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഏതൊക്കെ പ്രോഗ്രാമുകളാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. വളരെ ഇന്റർനാഷണൽ അക്സെപ്റ്റൻസ് ഉള്ള സർവകലാശാലയാണ് കുസാറ്റ്. അതായത് ഈ ഒരു സർവകലാശാലയിൽ 50% കേരളൈറ്റിനും 40% ഓൾ ഇന്ത്യ മെറിറ്റിലും 10% NRI കോട്ടയിലേക്കുമാണ് അഡ്മിഷൻ നടക്കുന്നത്. ഈ ഒരു അനുപാതത്തിലാണ് ഓരോ പ്രോഗ്രാമുകളിലേക്കും അഡ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളും ഈ ക്യാമ്പസിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഒരു മൾട്ടി കൾച്ചറൽ ലെവൽ തന്നെയാണ് ഈ ക്യാമ്പസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇന്റർനാഷണൽ അക്സെപ്റ്റൻസ് ഉള്ള സർവകലാശാലയാണ് നമ്മുടെ സ്വന്തം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ്. അപ്പൊ ഇതിലെ വിവിധ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കുസാറ്റിലെ വിവിധ പ്രോഗ്രാമുകളെ കുറിച്ച് അറിയുവാനും നിങ്ങൾക്ക് അഡ്മിഷൻ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുവാനും ഉള്ള സൈറ്റ് അഡ്രസ് www.admissions.kusat.ac.in എന്ന വെബ്സൈറ്റിലാണ് എല്ലാ ഡീറ്റെയിൽസുകളും വരുന്നത്. admissions.kusat.ac.in എന്ന വെബ്സൈറ്റിലായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമാണ് ബിടെക് പ്രോഗ്രാമുകളാണ്. നമുക്കറിയാം 8 സെമസ്റ്ററുകളായിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ബിടെക് കോഴ്സുകളാണ് ഉള്ളത്. ഇതിന് നമുക്ക് +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച വിദ്യാർത്ഥികൾ, ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും എല്ലാം അപേക്ഷിക്കാവുന്നതാണ്. വിവിധതരം കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അതുപോലെ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കോഴ്സാണ് സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്, മറൈൻ എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ. ഇങ്ങനെയുള്ള വിവിധതരം ബിടെക് പ്രോഗ്രാമുകളാണ്. ഇതിനുള്ള ഓൺലൈൻ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എഴുതിയിരിക്കണം. അതിന്റെ പെർസെന്റേജ് ആണ് നോക്കുന്നത്. അതുപോലെ വേറൊരു അട്രാക്റ്റീവ് കോഴ്സാണ് MSc 5 ഇയർ ഇന്റഗ്രേറ്റഡ് ഇൻ ഫോട്ടോണിക്സിന്റെ. അതുപോലെ തന്നെ MSc 5 ഇയർ ഇന്റഗ്രേറ്റഡ് കമ്പ്യൂട്ടർ സയൻസ്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസിലുണ്ട്. ഇങ്ങനെ MSc ലെവലിലുള്ള പ്രോഗ്രാംസുകളും ഉണ്ട്. ഇപ്പൊ 5 ഇയർ MSc ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകളുണ്ട്. ബയോളജിക്കൽ സയൻസിലുണ്ട്, കെമിസ്ട്രിയിലുണ്ട്, മാത്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സിൽ.
അതുപോലെ തന്നെ 5 ഇയർ LLB കോഴ്സുകളുണ്ട്, 5 ഇയർ BCom കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ BVOC കോഴ്സുകളുണ്ട്, 3 ഇയർ ഡിഗ്രി പ്രോഗ്രാം ഇൻ ബിസിനസ് പ്രോസസ് ആൻഡ് ഡാറ്റ അനലിറ്റിക് ഓൾ ഇന്ത്യ ലെവലിലൊക്കെ തന്നെ വളരെ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഡാറ്റ അനലിറ്റിക്സ് കോഴ്സുകൾ. അക്കാദമിക് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നത് 3 ക്യാമ്പസുകളിലായിട്ടാണ്. അതായത് മെയിൻ ക്യാമ്പസ് 1 എന്ന് പറയുന്നത് തൃക്കാക്കര, കളമശ്ശേരി, കൊച്ചിയിലാണുള്ളത്. രണ്ടാമത്തെ ക്യാമ്പസ് ആണ് കുട്ടനാട് ക്യാമ്പസ് എന്ന് പറയും. CUCEK എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് പുളിങ്കുന്ന്, ആലപ്പുഴയിലാണ്. ക്യാമ്പസ് 2 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ക്യാമ്പസ് 3 എന്ന് പറയുന്നത് ലേക്ക് സൈഡ് ക്യാമ്പസ് എന്നാണ് പറയുന്നത്. ക്യാമ്പസ് 1ന്റെ അടുത്ത് തന്നെ 12 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണുള്ളത്. കുസാറ്റിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് BTech ആൻഡ് BVOC പ്രോഗ്രാംസ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ നമ്മൾ ഓൺലൈനായിട്ട് എഴുതിയിരിക്കണം, CAT എക്സാമിനേഷൻ. അപ്പൊ ഇതിന്റെ വിവിധ കോഴ്സുകളൊന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടാം. അതായത് BTech പ്രോഗ്രാംസ് ആയ സിവിൽ എഞ്ചിനീയറിംഗ്, ഇതിലെ സീറ്റുകളുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 2 ക്യാമ്പസുകളാണ്. മെയിൻ ക്യാമ്പസിലും ഉണ്ട് 90 സീറ്റുകൾ. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്യാമ്പസ് ആണ് കുട്ടനാട് ക്യാമ്പസിലും ഉണ്ട് 45 സീറ്റുകൾ. അതുപോലെ തന്നെ റിസർവേഷൻ സീറ്റുകളും ഇവിടെ ഓരോ സീറ്റുകൾക്കും റിസർവേഷൻ അനുസരിച്ചിട്ടുള്ള സീറ്റുകളുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട്. അതായത് സൂപ്പർ ന്യൂമറേറ്ററി സീറ്റ്സുകളാണ് ഇവിടെ കാറ്റഗറി വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ചിൽഡ്രൻസ് ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് ഇൻ ഗൾഫ് കൺട്രിയിലുള്ള കുട്ടികൾക്ക് 5 സീറ്റുകളാണുള്ളത്. അതുപോലെ ഇന്റർനാഷണൽ കാൻഡിഡേറ്റ്സുകൾക്ക് 9 സീറ്റുകളാണുള്ളത്. ലക്ഷദ്വീപിൽ 1 സീറ്റാണുള്ളത്. ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് 5 സീറ്റുകളുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് 2 സീറ്റ്. കുസാറ്റിലെ സ്റ്റാഫിന് 1 സീറ്റാണുള്ളത്. 9 EWS സീറ്റുണ്ട്, 1 GU സീറ്റുകളുമാണുള്ളത്. ഇങ്ങനെ 2 യൂണിവേഴ്സിറ്റി ക്യാമ്പസ് 2ൽ 45 സീറ്റുകളാണുള്ളത്. ബാക്കിയുള്ള റിസർവേഷൻ സീറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ EWSകാർക്ക് പ്രതീക്ഷിക്കാവുന്നത് എക്കണോമിക്കലി വീക്കസ്റ്റ് സെക്ഷൻ ആയിട്ടുള്ള കുട്ടികൾക്ക് ഓരോ പ്രോഗ്രാംസിനും സീറ്റ് റിസർവേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ക്യാമ്പസ് 1ൽ 90 സീറ്റുകളാണുള്ളത്. അതുപോലെ തന്നെ ക്യാമ്പസ് 2ൽ 45 സീറ്റുകളും ഉണ്ട്. ബാക്കിയുള്ള റിസർവേഷൻ സീറ്റുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ മെയിൻ ക്യാമ്പസിൽ 60 സീറ്റുകളാണുള്ളത്. അതുപോലെ തന്നെ ക്യാമ്പസ് 2ൽ 45 സീറ്റുകളും റിസർവേഷൻ സീറ്റുകളും ഉണ്ട്. അടുത്തത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ മെയിൻ ക്യാമ്പസിൽ 90 സീറ്റുകളും അതുപോലെ ക്യാമ്പസ് 2ൽ 45 സീറ്റുകളാണുള്ളത്. റിസർവേഷൻ ഉണ്ട്. IT-യിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 90 സീറ്റുകളാണുള്ളത്. അതുപോലെ ക്യാമ്പസ് 2ൽ 45 സീറ്റുകളാണുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 90 സീറ്റുകളും ക്യാമ്പസ് 2ൽ 45 സീറ്റുകളും റിസർവേഷൻ സീറ്റുകളും ഉണ്ട്. അതുപോലെ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് ക്യാമ്പസ് 1ൽ മാത്രമേ ഉള്ളൂ, 60 സീറ്റുകളാണുള്ളത്. അതുപോലെ EWSലേക്കുള്ള സീറ്റുകളുടെ എണ്ണമുണ്ട്, 6 EWS കോട്ടയിലേക്കുള്ള സീറ്റുകളും ഉണ്ട്. ഇനി ഇതിന് അപേക്ഷിക്കാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ, അതായത് ഈ വർഷം പഠിക്കുന്ന +2 വിദ്യാർത്ഥികൾക്കും പഠിച്ചു കഴിഞ്ഞിട്ടുള്ള +2 വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അവർ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഓപ്ഷണൽ വിഷയങ്ങൾ എടുത്തിരിക്കണം. അതായത് മിനിമം പെർസെൻറ്റേജ് 50% മാർക്ക് മാത്സിനും ഉണ്ടായിരിക്കണം. കൂടാതെ 3 കൂടി മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി പുട്ട് ടുഗദർ ആയിട്ട് 50% മാർക്ക് ഉണ്ടായിരിക്കണം ജനറൽ വിഭാഗക്കാർക്ക്. SC ST വിഭാഗക്കാർക്ക് ജസ്റ്റ് അവർ പാസ് മാർക്ക് മതി. SCBC കാൻഡിഡേറ്റ്സുകൾക്ക് 5% റിലാക്സേഷൻ ഉണ്ട്, അതായത് 45% മാർക്ക് ഉണ്ടായാൽ മതി. ഇനി മറൈൻ എഞ്ചിനീയറിംഗ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് മറൈൻ എഞ്ചിനീയറിംഗ്. കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് ക്യാമ്പസ് 1ലാണ് ഉള്ളത്. സീറ്റുകളുടെ എണ്ണം 80 സീറ്റുകളാണ് ഉള്ളത്. 4 NRI സീറ്റുകൾ ഇൻക്ലൂഡഡ് ആയിട്ടാണ്. അതുപോലെ തന്നെ 2 ട്രാൻസ്ജെൻഡർ സീറ്റുകളും 8 EWS റിസർവേഷൻസും ഉണ്ടാവുന്നതായിരിക്കും. മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം. അതിന് മൊത്തം 60% മാർക്ക് ഉണ്ടായിരിക്കണം, 3 സബ്ജക്റ്റും കൂടി കൂടിയിട്ട്. അതുപോലെ തന്നെ 50% മാത്സിനും മാർക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ SC ST SCBCക്കൊന്നും റിലാക്സേഷൻ ഇല്ല. മാക്സിമം ഏജ് ലിമിറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് 25 വയസ്സാണ്. 1st സെപ്റ്റംബർ ഓഫ് ദി ഇയർ ഓഫ് അഡ്മിഷനിൽ 25 വയസ്സിന് മുന്നേയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ആൻഡ് ഐ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഒരു മെഡിക്കൽ ഓഫീസേഴ്സ് മുഖാന്തരം ഹാജരാക്കേണ്ടതാണ്. അത് ആ സമയം അഡ്മിഷന്റെ സമയത്ത് മതി. നമുക്ക് കിട്ടിയാൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം വിശദാംശങ്ങൾ നമ്മൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പൊ മറൈൻ എഞ്ചിനീയറിംഗിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു വേറെ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് എഴുതേണ്ടത്. അതായത്
കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് അതിന്റെ പേര്. സെറ്റ് ആണ്. കണ്ടക്റ്റഡ് ബൈ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കാറ്റിന് അപേക്ഷിക്കുകയും വേണം, അപ്ലൈ ചെയ്യുകയും വേണം. എക്സാമിനേഷൻ എഴുതേണ്ടത് സെറ്റ് എക്സാമിനേഷൻ ആണ് എഴുതേണ്ടത്. അപ്പൊ ഇതിന്റെ മാർക്കിന്റെ ബേസിലാണ് മറൈൻ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ ഉണ്ടാവുക. അതുപോലെ നേവൽ ആർക്കിടെക്ചർ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള സീറ്റ്സുകൾ എന്ന് പറഞ്ഞാൽ 34 സീറ്റുകളാണുള്ളത് മെയിൻ ക്യാമ്പസിൽ. റിസർവേഷൻ സീറ്റുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് +2 സയൻസ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എടുത്ത വിദ്യാർത്ഥികൾക്ക് +2ന് 60% മാർക്കാണ് ഉണ്ടായിരിക്കേണ്ടത്. കൂടാതെ മിനിമം 50% മാർക്ക് മാത്തമാറ്റിക്സിന് ഉണ്ടായിരിക്കണം. മൂന്നും കൂടി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പുട്ടുകളായിട്ട് 50% മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ SC/ST വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ഉണ്ട്, പാസ് മാർക്ക് മതി. SC/BC കാൻഡിഡേറ്റ്സുകൾക്ക് 5% റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നമുക്ക് 20 സീറ്റുകളാണ് മെയിൻ ക്യാമ്പസിൽ ഉള്ളത്. റിസർവേഷൻ സീറ്റുകളും ഉണ്ട്. അടുത്തത് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗിൽ 28 സീറ്റുകളാണ് ഉള്ളത്. മെയിൻ ക്യാമ്പസിലാണുള്ളത്. വിവിധ ബിടെക് പ്രോഗ്രാമുകളിലേക്കുള്ള ഫീസ് നിരക്കുകൾ നമുക്കൊന്ന് നോക്കാം. 50% കേരളത്തിലെ കുട്ടികൾക്കും ബാക്കി 40% ഓൾ ഇന്ത്യ മെറിറ്റിലുമാണ്. ബാക്കി 10% NRI കോട്ടയിലേക്കുമാണ് അഡ്മിഷൻ നൽകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫീസ് നിരക്കുകളും വ്യത്യസ്തമാണ്. അതായത് കേരളത്തിലുള്ള കുട്ടിക്ക് ഉള്ളത് നമ്മൾ സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയും. കേരളത്തിലെ ഒരു കുട്ടിയാണ് ഇതിനെ അപേക്ഷിച്ചിട്ട് അഡ്മിഷൻ കിട്ടിയ ആ കുട്ടി അടയ്ക്കേണ്ട ടോട്ടൽ ഫീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ടോട്ടൽ ഫീസ് ആയിട്ട് അടയ്ക്കേണ്ട തുക, അതായത് എല്ലാ വിദ്യാർത്ഥികളും ജനറൽ കാറ്റഗറിയും അതുപോലെ തന്നെ SC/BC കാൻഡിഡേറ്റ്സുകളും ഒക്കെ തന്നെ 26,510 രൂപയാണ് ഫീസ് നിരക്കായിട്ട് കൊടുക്കേണ്ടത്. SC/ST കാറ്റഗറിയിലുള്ള കുട്ടികൾ കൊടുക്കേണ്ട ഫീസ് 1,285 രൂപയാണ് കൊടുക്കേണ്ടത്. ഇനി ഓൾ ഇന്ത്യ മെറിറ്റിലൂടെയാണ് നിങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് 2 കോട്ടയിലൂടെയും അഡ്മിഷൻ ലഭിക്കുമെങ്കിൽ ആ ഒരു കോട്ടയിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അതിന്റെ ഡബിൾ ആണ് ഫീസ്. 47,020 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ SC കുട്ടികൾക്ക് അതേ ഫീസ് തന്നെയാണ്. 1,285 രൂപയാണ് ഫീസ് നിരക്ക് അടയ്ക്കേണ്ടത്. NRI കോട്ടയിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 61,765 രൂപയാണ്. ഒരു സെമസ്റ്റർ ആണ് കുട്ടികളെ വേണ്ടത്. 8 സെമസ്റ്ററുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയും നിരക്കിലാണ് NRI കോട്ടയിലേക്കുള്ളത്. NRI കോട്ടയിൽ ഫീസ് കൺസെഷൻ ഇല്ല. SC/STയിലാണെങ്കിലും ഒരേ ഫീസ് തന്നെയാണ് അടയ്ക്കേണ്ടത്. ഇനി ബിടെക്കിൽ തന്നെയുള്ള ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗിന് വേറൊരു ഫീസ് ആണ് ഉള്ളത്. അതായത് 19,330 രൂപയാണ് സെമസ്റ്റർ ആയിട്ട് അടയ്ക്കേണ്ട തുക. ബിടെക് നേവൽ ആർക്കിടെക്ചറിന്റെ ഫീസ് തുക 15,965 രൂപയാണ്. അതുപോലെ തന്നെ ബിടെക് പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ 14,230 രൂപയാണ് ജനറൽ കാറ്റഗറിയും SC/BC കാറ്റഗറിക്കും വരുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഫീസ് നിരക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വിദ്യാർത്ഥികൾക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഒരു സെമസ്റ്ററിന്റെ ഫീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ ഹോസ്റ്റൽ ഫീസ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്നതായിരിക്കും. ഇനി ഇതിന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സുകൾ ഒന്ന് നോക്കാം നമുക്ക്. അതായത് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോർ കാറ്റ്, അതായത് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് നടക്കേണ്ട അതിനുള്ള രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യേണ്ടത്, അതായത് എല്ലാ ബിടെക് പ്രോഗ്രാമുകൾക്കും MSc പ്രോഗ്രാമുകൾക്കും ഒക്കെ തന്നെയുള്ള ഡേറ്റ് 10-ാം തീയതി മുതൽ 31-ാം തീയതി വരെയാണ് നിങ്ങൾ അതിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തേണ്ടത്. ഫൈനോട് കൂടിയിട്ട് 7-ാം തീയതി വരെ നിങ്ങൾക്ക് ഫൈനോട് കൂടിയിട്ട് 7-4 ഏപ്രിൽ 7-ാം തീയതി വരെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടാണ് ഫീസ് പേയ്മെന്റ് നടത്തേണ്ടത്. അത് 10/3 മുതൽ 8/4/2021 വരെ ഫീ പേയ്മെന്റ് നടത്താവുന്നതാണ്. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ഡേറ്റ് ആണ് അഡ്മിറ്റ് കാർഡ്സ് ഡൗൺലോഡ് ചെയ്യണം. നമുക്കറിയാം നമുക്ക് നടക്കാനിരിക്കുന്ന എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഈ വരുന്ന ജൂൺ 12, 13, 14 തീയതികളിലാണ് കാറ്റ് എക്സാം നടത്തുന്നത്. അതിനുള്ള ഹോൾ ടിക്കറ്റ്, അതിനാണ് നമ്മൾ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. 25-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ അത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യേണ്ടത് നമുക്കറിയാം admissions.cusack.ac.in എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലിങ്ക് കിട്ടും. റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഉണ്ടാവും ന്യൂ കാൻഡിഡേറ്റ്സ് രജിസ്ട്രേഷനിൽ പോയിട്ടാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിന്റെ ഒരു ലൈവ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ലൈക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.